ഹാ ഗൈസ്, സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്തിരുന്നു അല്ലേ, ബൈൻഡ് എത്ര യൂസ്ഫുൾ ആണെന്നുള്ളത് നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് തോന്നിക്കാൻ ഇത് കുറച്ച് റിഡൻഡൻ്റ് അല്ലേ എന്നുള്ളത്. നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ഗെറ്റ് ഫോർമാറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞൊരു ഡീസ്ട്രക്ചർ ചെയ്തെടുക്കുന്നു. പിന്നെ അതിൻ്റെ അതേ ഫംഗ്ഷനെ തന്നെ വീണ്ടും ബൈൻഡ് ചെയ്ത് നമ്മൾ മൂവി ഒബ്ജക്റ്റ് എടുത്ത് ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും അതേ ഒരു സെയിം വേരിയബിളിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യണം. അതേ ഒരു ബൈൻഡ് ചെയ്ത ഫംഗ്ഷൻ സെയിം വേരിയബിളിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ശരിയാണ്. ബൈൻഡ് ശരിക്കും യൂസ്ഫുൾ ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനെ ഫ്യൂച്ചർ എക്സിക്യൂഷനേക്കായി പ്രീ കോൺഫിഗർ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കേസിൽ ഫംഗ്ഷൻ റൈറ്റ് നൗ എക്സിക്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ബൈൻഡ് മാത്രമല്ല, മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്. സോ ബൈൻഡിന് പുറമെ നമുക്ക് ഉള്ളത് ബേസിക്കലി കോൾ എന്നുള്ള മെത്തേഡും കൂടി യൂസ് ചെയ്യാം. കോളിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എപ്പോഴും ദിസ് ആയിരിക്കും, എങ്ങോട്ട് റെഫർ ചെയ്യണം എന്നുള്ളത്. സെക്കൻഡ് തൊട്ടുള്ള ആർഗ്യുമെൻറ്റ് ആ ഫംഗ്ഷനിലേക്ക് എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് അതിലേക്ക് പാസ് ചെയ്യാം. ഇവിടെ ഫംഗ്ഷന് കറൻ്റ് എന്ന് വെച്ചാൽ ഒന്നും ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല അല്ലേ. സോ ബേസിക്കലി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ ഒരു ആർഗ്യുമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നില്ല, എം ടി ആണ് ആർഗ്യുമെൻറ്റ്സ്. സോ നമുക്ക് ദിസ് ഒബ്ജക്റ്റ് മാത്രം ഇവിടെ പാസ് ചെയ്താൽ മതി, ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് മാത്രം പാസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ കമൻറ്റ് ഔട്ട് ചെയ്യാണ്. എന്നിട്ട് ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിൽ ഡോട്ട് കോൾ എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് കോൾ ചെയ്യാണ്. എന്നിട്ട് എന്താണോ ബൈൻഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മൂവി എന്ന് ആ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. സോ നമ്മുടെ കേസിൽ ദിസ് ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ മൂവിയാണ് നമ്മുടെ കേസിൽ. മൂവി എന്നത് ദിസ് ആണ്. സോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് വർക്കൗട്ട് ആവുമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഡാറ്റ ഒക്കെ കൊടുത്തു. ആഡ് മൂവി കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വന്ന ദിസ് ഒബ്ജക്റ്റ് കണ്ടോ, നമ്മൾ മൂവി എന്താണോ മൂവി ഒബ്ജക്റ്റ് അത് ദിസിലേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, സോ കോളും ബൈൻഡും തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ബൈൻഡ് ഫംഗ്ഷനെ പ്രിപ്പയർ ചെയ്യും, ന്യൂ ഫംഗ്ഷനിലേക്ക് അത് റിട്ടേൺ ചെയ്യും, എന്നിട്ട് ഫ്യൂച്ചറിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ കോൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ പ്രിപ്പയർ ചെയ്യാതെ ഇമീഡിയറ്റ്ലി അത് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൾ ബേസിക്കലി ഞാനിപ്പോൾ തന്നെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അത് എക്സിക്യൂട്ട് ആവുക. അത് ബൈൻഡ് ബേസിക്കലി എന്താ വെച്ചാൽ ബൈൻഡ് പോലെ തന്നെയാണ്, പക്ഷേ കോൾ കൊണ്ടെന്ന് വെച്ചാൽ ഇമീഡിയറ്റ്ലി എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ലൈനിൽ നമുക്ക് നമ്മുടെ പരിപാടി തീർക്കാൻ പറ്റും. ഈ ഒറ്റ ലൈനിൽ നമുക്ക് നമ്മുടെ പരിപാടി തീർക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ റീലോഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ അപ്ലൈ മെത്തേഡാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്ലൈയും കൂടി കോൾ പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും, ഇമീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അപ്ലൈ മെത്തേഡ്. ഈ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് അപ്ലൈൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റും ദിസ് തന്നെയാണ്. ഓക്കെ, ബട്ട് ആർഗ്യുമെൻറ്റ്സ് ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നത് ഞാൻ കോളിൻ്റെ നമ്മുടെ ഇവിടെ പാരാമീറ്റർ ഇല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് A, B ഉണ്ട്. എന്നിട്ട് ഇവിടെ അല്ല കേട്ടോ, ഇവിടെ A, B ഉണ്ട്. എന്നിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നു വിചാരിക്കും, A+B എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം ചുമ്മാ. ഓക്കെ, സോ ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ പാരാമീറ്റർ പാസ് ചെയ്യണം. സോ കോളിൻ്റെ കേസിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞിട്ട് ഞാനിവിടെ 5, 10 കൂടി 2 വാല്യൂ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ സെക്കൻഡ് ഇതെന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് എല്ലാം കോമ സെപ്പറേറ്റഡ് ആണ് കൊടുക്കുന്നത്. പക്ഷേ അപ്ലൈഡ് കേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ആർഗ്യുമെൻറ്റ്സ് അത് അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഓർത്ത് വയ്ക്കുകയെന്ന് വെച്ചാൽ കോളിൻ്റെ C അത് കോമ സെപ്പറേറ്റഡ്, അതും C ആണ്. അപ്ലൈഡ് A ആണ്. സോ അത് നമുക്ക് അറേ ആയിട്ട് പാസ് ചെയ്യണം, അതും A ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്ത് വയ്ക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഓർത്ത് വയ്ക്കുക. 5,10 എന്ന് പറഞ്ഞ് പാസ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറൻറ്റ്ലി എക്സിക്യൂട്ട് ആവും. ഇതും 5. സോ ഇവിടെ അപ്ലൈയുടെ കേസിൽ ഈ ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേ മെത്തേഡായിട്ടാണ് പാസ് ചെയ്യുന്നത്. നമ്മുടെ അതില്ല. സോ അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാണ് അത്. ഓക്കെ, ഇത് ഞാൻ റിമൂവ് ചെയ്യാണ്. ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ കേസിൽ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് കോളാണോ അപ്ലൈ ആണോ എന്ന് വെച്ചാൽ ഡിഫറൻസ് ഒന്നുമില്ല നമ്മുടെ കേസിൽ. കാരണം രണ്ടും ജസ്റ്റ് മെത്തേഡിൻ്റെ നെയിം മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ. നമ്മൾ കോൾ അല്ലെങ്കിൽ അപ്ലൈ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നെയിം മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. കാരണം ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് സെയിം ദിസ് ആർഗ്യുമെൻറ്റ് മാത്രം പാസ് ചെയ്ത് കൊടുക്കുന്നത്. എന്താണ് ദിസ് എന്ന് വെച്ചാൽ അത് മാത്രം നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ അപ്ലൈ കൊടുത്താലും നമ്മുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് സെയിം തന്നെയായിരിക്കും, വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ A is not defined. നമ്മളിവിടെ A+B കൊടുത്തിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ആഡ് മൂവി കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ അപ്ലൈയും കൊടുത്താലും ഇതും കൊടുത്താലും കോളും കൊടുത്താൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സോ
സോ ബേസിക്കലി ബൈൻഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് ഫംഗ്ഷൻ റെഡിയാക്കി വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. കോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും കോമ ലിസ്റ്റ് ആയിരിക്കും. പിന്നെ അപ്ലൈ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, കോൾ പോലെ തന്നെയാണ്, ഫംഗ്ഷൻ ഇമീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ അതിലെ ആർഗ്യുമെൻറ്റ്സ് അറിയായിരിക്കും. പിന്നെ ദിസ് ഓർമ്മിക്കാനുള്ള ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു, കൺഫ്യൂസിങ് ആയിട്ട് റിമെമ്പർ ചെയ്യുന്ന ഈസി റൂൾ എന്ന് വെച്ചാൽ ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്നത് ആരാണോ അതാണ് ദിസ് ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ഇത് മൂവി ഡോട്ട് ഗെറ്റ് ഫോർമാറ്റഡ് ആയിട്ട് വിളിച്ചപ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മൂവി ആയിരുന്നു. ഓക്കെ, സോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഡോട്ടിൻ്റെ മുന്നിലുള്ള തിങ് ആണ് ദിസ്. സോ ഫംഗ്ഷൻ്റെ മുന്നിൽ ഡോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ദിസ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് മോഡിൽ, നോൺ സ്ട്രിക്റ്റ് മോഡിൽ അത് വിൻഡോ ഒബ്ജക്റ്റ് എടുക്കും, സ്ട്രിക്റ്റ് മോഡിൽ അത് അൺഡിഫൈൻഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ദിസ് ഒബ്ജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ബൈൻഡ് ചെയ്യുക, കോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക ഉപയോഗിച്ചിട്ട് നമുക്ക് ദിസ് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.